പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല, ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാനാണോ എന്ന് സംശയിക്കാം. അപ്പോൾ അതിന് മുകളിലേക്ക് പോകാതിരിക്കാനാണോ? ചില പേരുകൾ പറയും. ഇപ്പോൾ ദൈവതുല്യരായി നമ്മളൊക്കെ കാണുന്ന ആൾ എന്ന് പറയുന്നത് ഈ പറയുന്ന തന്ത്രിയാണെന്നൊക്കെയുള്ള വ്യാഖ്യാനമാണ്. തന്ത്രിയാണോ അതോ പാർട്ടി തന്നെ ഉദ്ദേശിക്കുന്ന, അല്ലെ പാർട്ടിക്കകത്ത് ദൈവതുല്യനായി കാണുന്ന ആൾ എന്നൊരു പേരാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ്, സ്വർണം പൂശിയായി തനിക്ക് അറിയില്ല എന്ന് പത്മകുമാർ പറഞ്ഞ ബൈച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ഹൈക്കോടതിയിൽ പോയതിൻ്റെ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. ഇത് സ്വർണം പൂശിയത്, അതായത് 98-ൽ പൂശിയതിൻ്റെ കാര്യങ്ങൾ, 98-ൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ രേഖ കോടതി ഉത്തരവിലുണ്ട്. അതായത് 98-ൽ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലുകളും സ്വർണം പൊതിയതിന് അനുമതി ചോദിച്ചുകൊണ്ട് അന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി സമീപിച്ചിരുന്നു. അതായത് സ്വർണം പൊതിയാൻ അനുമതി തേടി സമീപിച്ചിരുന്നു. അന്ന് ജസ്റ്റിസ് ഡി ശ്രീദേവി, ജസ്റ്റിസ് AR ലക്ഷ്മൺ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആ ഹർജി പരിഗണിച്ച് അനുമതി നൽകുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാതിലും കട്ടിളപ്പാണിയും സ്വർണം പൊതിഞ്ഞ് പൂർത്തിയാക്കി വിവരം ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഈ കേസ് ഉണ്ടാകുമ്പോൾ സ്വർണ്ണമാണോ അത് ചെമ്പല്ലേ എന്ന്, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലും ഇപ്പോഴും വാസു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് സ്വർണം പൂശിയതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. കുമാറിനെ ഉദ്യോഗസ്ഥ ശ്രേണിയിൽ മാത്രം പെടുത്തരുത്. ശബരിമല ക്ഷേത്രവുമായി അദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധം, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള അടുത്ത ബന്ധം, ഈ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. അതെ, അതാണ് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതിനകത്തെ ചടങ്ങ്, അതിനകത്ത് ഇതൊക്കെ ഭാഗത്ത് സ്വർണ്ണമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ മാത്രമല്ല 98-ൽ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ശേഷം വിജയമല്യയുടെയും UB ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തും പുറത്തുനിന്നുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകൾ കോടതിക്ക് മുമ്പാകെയുണ്ട്.